ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരണേ. അപ്പോൾ ഇന്ന് ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ വൺ ഓഫ് ദ മെയിൻ സൂപ്പർ മാർക്കറ്റായ ലിഡിലാണ് ഇന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ എഗ്ഗൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. UK ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിലും ഇതുപോലെ ഫ്ലവേഴ്സ് വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അപ്പം ഇതുപോലെ പല കളറിൽ പല ഫ്ലവേഴ്സ് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ മനസ്സിനൊരു കുളിർമയൊക്കെ ഫീൽ ചെയ്യും. ഇതാണ് എൻ്റെയും കുഞ്ഞാമ്മയുടെ ഫേവറേറ്റ് സെക്ഷൻ, അതായത് ബേക്കറി ഐറ്റംസ് ആണ്. കുഞ്ഞാടെ ഫേവറേറ്റ് ഡോണറ്റ് ആണ് കേട്ടോ. പിങ്ക് ഡോണറ്റ് അതുപോലെ തന്നെ ചോക്ലേറ്റ് ഡോണറ്റൊക്കെയാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്കും അത്യാവശ്യം ബേക്കറിയൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം എന്നത്തെയും പോലെ ഞാൻ ഇപ്രാവശ്യം കുഞ്ഞാവയ്ക്ക് ഡോണറ്റൊക്കെ വാങ്ങി. ഇപ്പോൾ ഇവിടെ ഏകദേശം 79 പെൻസാണ് ഒരു ഡോണറ്റിന്. നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുകയാണെങ്കിൽ 79 രൂപയ്ക്ക് മുകളിൽ എന്തായാലും ആവും. പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങാമെന്ന് വിചാരിച്ചു. അത് പല ടൈപ്പുള്ള വാട്ടർ മെലൺസ് ഉണ്ട്. അതൊക്കെ കണ്ടില്ലേ, 2.49 ആണ് 2 പൗണ്ടും 49 പെൻസുമാണ്. ഏകദേശം 250 രൂപയുടെ മുകളിലുണ്ട് നമ്മുടെ നാട്ടിൽ. സത്യം പറഞ്ഞാൽ ഞാൻ UK വന്നതിന് ശേഷമാണ് കൂടുതലായിട്ടും ഫ്രൂട്ട്സൊക്കെ കഴിച്ചു തുടങ്ങിയത്. നാട്ടിലായിരുന്നപ്പം നമുക്ക് ആവശ്യത്തിലധികം ഫ്രൂട്ട്സൊക്കെ കിട്ടുന്നതുകൊണ്ട് ഇങ്ങനത്തുള്ള ഫ്രൂട്ട്സ് അല്ല, നമുക്ക് പപ്പായയും പൈനാപ്പിളൊക്കെ എന്തായാലും നമുക്കുണ്ടല്ലോ. അപ്പം അതൊക്കെ നമുക്ക് വലിയ വില ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇപ്പം ഒരു പീസ് കഴിക്കണമെങ്കിൽ ഇത്രയും വില കൊടുക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു സങ്കടമുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, പൈനാപ്പിളിന് 79 പെൻസാണ്. മാംഗോയ്ക്ക് അതുപോലെ തന്നെ രണ്ടെണ്ണത്തിന് 1.89 ആണ്. അതായത് 200 രൂപ അടുത്ത് വരും ഇപ്പം 2 മാംഗോ കഴിക്കണമെങ്കിൽ. അപ്പം നമ്മൾ പണ്ടൊക്കെ ഇഷ്ടംപോലെ നമുക്കിഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ നമ്മൾ ചീഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ സങ്കടം തോന്നും. അതൊക്കെ ഇപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒരു കുറ്റബോധം തോന്നാറുണ്ട്. പണ്ടത്തെ ഒരു ചൊല്ലുണ്ടല്ലോ, കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വില അറിയില്ല എന്ന്. അത് തന്നെ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ നമുക്കിതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും വില അറിയില്ല. പക്ഷെ നമ്മൾ മറ്റ് എവിടെയെങ്കിലുമൊക്കെ പോയി കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ അതൊക്കെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴായിരിക്കും അല്ലേ. അപ്പോൾ ഇതാ ഇനി അത് കഴിഞ്ഞ് ഞങ്ങൾ വെജിറ്റബിൾസിൻ്റെ ഏരിയയിലാണ്. ഇതിപ്പം ടൊമാറ്റോ ആണ്. നമ്മുടെ നാട്ടിൽ എൻ്റെ അവസ്ഥയാണ് കേട്ടോ. ഞാൻ ആകപ്പാട് ടൊമാറ്റോ നിറഞ്ഞ ഒരൊറ്റ തക്കാളി, ആ ഒരു റെഡ് കളറിലുള്ള വലിയ തക്കാളി മാത്രമാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ പല ടൈപ്പ് പല വെറൈറ്റി ഓഫ് തക്കാളിയുണ്ട്. റെഡ് കളർ നോർമലായിട്ടുള്ള നമ്മുടെ അതുമുണ്ട്. അതുപോലെ തന്നെ ചെറിയ സാലഡ് ടൊമാറ്റോ ഉണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ യെല്ലോ കളറിലുള്ള ടൊമാറ്റോ ഉണ്ട്. അങ്ങനെ പല വെറൈറ്റി ടൊമാറ്റോകളൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കണ്ടത്. പിന്നെ നമുക്ക് കുറച്ച് എഗ്ഗ് വാങ്ങണമായിരുന്നു. എഗ്ഗ് ഇപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ മെയിൻ ഫുഡാണ് കേട്ടോ. ഇപ്പോൾ എഗ്ഗും അതുപോലെ തന്നെ മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്, സ്മോൾ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇപ്പം 12 മീഡിയം എഗ്ഗിന് 2.49, അതായത് നമ്മുടെ നാട്ടിൽ 250 രൂപയ്ക്ക് മുകളിലാവും. അങ്ങനെ എഗ്ഗിൻ്റെ സൈസും അതുപോലെ തന്നെ ഡേറ്റും ഒക്കെ നോക്കി എഗ്ഗൊക്കെ വാങ്ങി. ഇനി നെക്സ്റ്റ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് യോഗേർട്ട് സെക്ഷനാണ്. അവിടെ പല വെറൈറ്റി ഓഫ് യോഗേർട്ട് അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ പല ഫ്രൂട്ടിൻ്റെ ഫ്ലേവറിൽ യോഗേർട്ട് ഉണ്ട്. റാസ്ബെറി ഉണ്ട്, ചെറി ഉണ്ട്, സ്ട്രോബെറി, പാഷൻ ഫ്രൂട്ട്, പീച്ച്, അങ്ങനെ ഏകദേശം എല്ലാത്തരം ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവറിലും യോഗേർട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ക്രീമി ആയിട്ടുള്ള യോഗേർട്ടും ഉണ്ട്. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഈ ഫ്രൂട്ട്സ് ഫ്ലേവർ ആകുമ്പോൾ അവർക്ക് കഴിക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ കുഞ്ഞാവയ്ക്ക് ഞങ്ങൾ ഓരോ വീക്കിൽ ഓരോ ഫ്ലേവറുള്ള യോഗേർട്ടാണ് വാങ്ങിക്കൊടുക്കാറ്. അവർക്ക് കൂടുതലും സ്ട്രോബെറി ഇഷ്ടമാണ്. പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾ വേറൊരു ടേസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് കോക്കനട്ട് ആൻഡ് വാനില ടേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നോർമൽ ക്രീമി ആയിട്ടുള്ള യോഗേർട്ട്, ഗ്രീക്ക് നാച്ചുറൽ യോഗേർട്ട്. അത് കുറച്ച് ക്രീമിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ നമ്മുടെ മോരുകറിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ നോർമലി എടുക്കുന്ന യോഗേർട്ട്. പിന്നെ ഇത് കണ്ടില്ലേ, സ്ട്രോബെറി ഉണ്ട്, പീച്ച് ഉണ്ട്, അതുപോലെ നമ്മുടെ പീച്ച് ആൻഡ് പാഷൻ ഫ്രൂട്ട് യോഗേർട്ട് ഉണ്ട്. അടുത്തതാണ് നമ്മുടെ മെയിൻ സെക്ഷൻ. പല വെറൈറ്റി സാധനങ്ങൾ ഇങ്ങനെ നിരന്നിരിപ്പുണ്ടല്ലേ.
കുടിക്കാത്തവർക്കും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യണമെന്ന് തോന്നി. ഈ പല കുപ്പികളിങ്ങനെ നിരന്നിരിക്കുന്ന പല കളറിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കും അതൊന്ന് ട്രൈ ചെയ്യണമെന്നൊരു ടെൻഡൻസി തോന്നും. അതുപോലെയാണ് അതിങ്ങനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ നിരന്നിരിക്കുകയല്ലേ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഞങ്ങളൊന്നും വാങ്ങുന്നില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ വലിയ അധികം കുടിക്കുന്ന ആൾക്കാരല്ല, ചെറിയ രീതിയിലുള്ളതൊക്കെ ഉള്ളൂ. ചെറിയ ബിയറൊക്കെ അടിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം അതുകൊണ്ട് അതൊക്കെ വാങ്ങാറുള്ളൂ. വലിയ വലിയ കുപ്പികളൊന്നും വാങ്ങിയിട്ടില്ല, ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എന്താ വളർന്നു വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതാ ഞങ്ങളങ്ങനെ സാധനമൊക്കെ വാങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റും ലൈക്കൊന്നും ഇടാൻ മറക്കരുത് കേട്ടോ.